നമസ്കാരം. ഞാൻ സുനിൽ മഠത്തിൽ. നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ സിംഹങ്ങളെ അടക്കം വീട്ടിൽ വളർത്താനുള്ള അനുവാദമുണ്ട്. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ആളുകളുടെ വീട്ടിൽ ചില പ്രോഗ്രാമിനിടയ്ക്കൊക്കെ സിംഹം നടക്കുന്നതും സിംഹം അവിടെ ഇരിക്കുന്നതൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവർ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആളുകൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയ കുഞ്ഞ് കയറോ എന്തെങ്കിലും ചെറിയ ചങ്ങലയൊക്കെ ആയിരിക്കും അതിൻ്റെ കഴുത്തിലുള്ളത്, അതിനെ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് അല്ലേ. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളത്. ഇത്രയും വലിയ സിംഹത്തെ ഈ ചെറിയ ഇതിനകത്ത് എങ്ങനെ ഇട്ട് വളർത്തുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഈ സിംഹത്തെ വളരെ ചെറുപ്പത്തിലേ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. അത് എങ്ങനെ വളർത്തിയെടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ സിംഹങ്ങളെ വളരെ ചെറുപ്പത്തിലെ കൊണ്ടുവന്ന് അതിൻ്റെ കാലിൽ ഒരു ചങ്ങലയിട്ട് കെട്ടിയിടും, കഴുത്തിലും ചങ്ങലയിട്ട് കെട്ടിയിടും. ഇത് ഒരു കാരണവശാലും പൊട്ടിക്കാൻ പറ്റാത്തതും ശക്തമായ ചങ്ങലയായിരിക്കും ഇട്ടുക. തീർച്ചയായിട്ടും ഈ സിംഹമാണ്, അവൻ്റേതായ ഒരു പവർ കാണിക്കും. ഈ ചങ്ങല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചങ്ങല പൊട്ടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോൾ 3-4 ദിവസത്തേക്ക് ഈ സിംഹത്തിന് യാതൊരു ഭക്ഷണവും വെള്ളവും കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ തളർന്നു. ഈ 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണവും വെള്ളമൊക്കെ വയറ് നിറച്ച് കൊടുത്ത് ഇവനൊന്ന് ഉഷാറായി, ക്ഷീണമൊക്കെ മാറി ഇവൻ വീണ്ടും ഈ ചങ്ങല വലിച്ചു പൊട്ടിക്കാനുള്ള ശ്രമം നടത്തും. അവിടെ ഒരാഴ്ചത്തോളം വീണ്ടും ഭക്ഷണം വെള്ളമൊന്നും കൊടുക്കില്ല. അപ്പോഴത്തേന് സിംഹം വല്ലാതെ ക്ഷീണിച്ച് ശരീരമൊക്കെ ശോഷിച്ച് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. വീണ്ടും ഭക്ഷണവും വെള്ളവും നന്നായിട്ട് വയറ് നിറച്ച് കൊടുക്കും. സ്വാഭാവികമായിട്ടും സിംഹം വീണ്ടും അവനെ കെട്ടിയിരിക്കുന്ന കയറിനെതിരെ പ്രതികരിക്കും. തുടർന്ന് ഇതുപോലെ തന്നെ ഒരാഴ്ചത്തോളം ഭക്ഷണവും വെള്ളമൊന്നും കൊടുക്കില്ല. അപ്പോഴത്തേന് സിംഹം ക്ഷീണിച്ച ശേഷം ഈ സിംഹത്തിൻ്റെ ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് സിംഹം ആപ്പഴ ക്ഷീണിച്ച് എല്ലും തൊലിയായിട്ടുണ്ടാവും. സിംഹത്തിൻ്റെ ഈ ചങ്ങലകളെല്ലാം മാറ്റി വളരെ ചെറിയ കട്ടി കുറഞ്ഞ കയറ് കെട്ടും. സിംഹത്തിന് വീണ്ടും ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷേ സിംഹം ഈ കയറ് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സിംഹം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ ചങ്ങല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി തന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ചിന്ത സിംഹത്തിന് വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും സിംഹം പിന്നീട് ആ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ വീണ്ടും ഈ സിംഹത്തെ ഇവർ കൊണ്ടുവന്ന് ഇവരുടെ സർക്കസ് കൂടാരത്തിലോ അല്ലെങ്കിൽ വീടുകളിലോ കൊണ്ടുവന്ന് വളർത്തുന്നൊരവസ്ഥ വരും. അപ്പോൾ സിംഹത്തിന് വളരെ ചെറിയ ചങ്ങലയോ അല്ലെങ്കിൽ ചെറിയ കയറോ മതിയാവും. കാരണം സിംഹത്തിൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കുന്നൊരു കാര്യം എന്താ, ഒരു കാരണവശാലും തനിക്ക് ഈ കയറ് പൊട്ടിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഈ കയറിൻ്റെ ബന്ധനത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മെനക്കെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും ആ സിംഹം വന്നിട്ട് മനുഷ്യർ പറയുന്നതനുസരിച്ച് സർക്കസും കളിച്ച് ആ രീതിയിൽ നടക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല പ്രിയമുള്ളവരെ. വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരുപാട് കഷ്ടതകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് തിരിച്ചടികളൊക്കെ സംഭവിക്കും അല്ലേ. നമുക്കൊരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷവും വീണ്ടും ഇതുപോലെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും, അന്ന് നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ട് ഇവൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താ, എന്നെക്കൊണ്ട് സാധിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ എനിക്ക് സാധിക്കില്ല എന്നൊരു ചിന്ത എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു, അന്ന് അവൻ്റെ പരാജയം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ മനസ്സിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. സാധിക്കില്ല എന്ന ചിന്ത എന്നുണ്ടാകുന്നു അന്ന് നമ്മുടെ പരാജയം തുടങ്ങും എന്നുള്ളത് വലിയൊരു സത്യമാണത്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് കഴിയും, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയോട് കൂടി കാര്യങ്ങളെ നമ്മൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ
മാറി വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഒരു ചിന്തയോടെ കാണുന്നവരെ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് കഴിയും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. അത് നിങ്ങളെ മുമ്പോട്ടുള്ള വഴികളിൽ കരുത്തരാക്കും, ശക്തരാക്കും. ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ മഠത്തിൽ. ഓക്കെ, താങ്ക് യു.